ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കിയേക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കാപ്പൊടിച്ചാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ബേക്കിംഗ് സോഡയും ഏലക്കാപ്പൊടി ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 കപ്പ് ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് തണുത്ത ശേഷമാണ് ഇതിലേക്ക് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടോടെ ഒഴിക്കരുത്, മാവ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും. ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനി തണുത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാളയംതോടൻ പഴം ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സൈസിലുള്ള പഴമാണ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 2-3 എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. ദോശമാവിനേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുതേ, കുറേശ്ശെ ആയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മളിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ വിട്ട് വീഴുന്ന ഒരു പരുവം കണ്ടല്ലോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്ത് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നെയ്യിലോ വറുത്ത് ചേർത്താലും കുഴപ്പമില്ല. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല, ഉടനെ തന്നെ നമുക്ക് ഉണ്ണിയപ്പം ഫ്രൈ ആക്കി എടുക്കാം. ഉണ്ണിയപ്പ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഓരോ ചെറിയ തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുകയാണേ. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇളക്കുകയൊന്നും ചെയ്യരുത്. തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ തന്നെ ഇരുന്ന് ഒരു ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അത് എണ്ണയിലിങ്ങനെ പൊങ്ങി വന്നോളും. അപ്പോൾ എണ്ണയിലത് പൊങ്ങി വന്ന ശേഷം മാത്രം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. തീ കൂട്ടിയിടുകയൊന്നും ചെയ്യരുത്, തന്നെ അത് പാനിൽ നിന്ന് വിട്ട് ഇങ്ങനെ എണ്ണയിൽ പൊങ്ങി വരുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ മറ്റേ സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം തിരിച്ച് മറിച്ചേക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചേക്കിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഉള്ളൊക്കെ നന്നായിട്ട് വേവാനുള്ളൊരു സമയമൊക്കെ നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പം എല്ലാം തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് എണ്ണ കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ്. നല്ല ക്രിസ്പിയാണ്. നല്ല ചൂടോടുകൂടി ഇരിക്കുമ്പോൾ പുറമൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുക കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.